രാവിലെ തന്നെ പിടിയും കോഴിയായിരുന്നു ഇടയത്താഴത്തിന് കഴിക്കാൻ. അങ്ങനെ അതും കഴിച്ച് നിസ്കരിച്ച് കയറിക്കിടന്ന് ഉറങ്ങി. ഉറങ്ങി എണീറ്റപ്പോൾ ലേറ്റായി. അപ്പോഴേക്ക് ക്ലാസ്സിൽ കയറാനുള്ള ഗ്രില്ല് ലോക്ക് ചെയ്തു. പിന്നെ മുകളിൽ കൂടെ കയറേണ്ടി വന്നു. പൊരി വെയിലത്ത് നടന്നതേ ഇതുവഴി ക്ലാസ്സിൽ കയറി. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് 2 ബാച്ചായിട്ട് ലാബായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാനില്ലായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് റെക്കോർഡ് എഴുതി. രണ്ടാമത് ലാബിന് പോയി. ലാബ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി. നേരെ ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിൽ വന്ന് ഒന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റായതിന് ശേഷം കഴുകിയിട്ട് ഡ്രസ്സും എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കയറി കിടന്നു നിസ്കരിച്ചിട്ടൊക്കെ. പിന്നെ ഇടത്താഴത്തിന് ഇതായിരുന്നു, നോമ്പ് തുറക്കാൻ ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നിസ്കരിച്ചു, ദുആ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ ഒരു ചായ, വെള്ളം തിളപ്പിച്ചു, കോഫിപ്പൊടി ഇട്ടു, ഷുഗർ ഇട്ടു, പാൽപ്പൊടി ഇട്ടു, വെള്ളമൊഴിച്ചു, ഇളക്കുക ഇളക്കുക ഇളക്കുക, കുടിക്കുക കുടിക്കുക കുടിക്കുക, എപ്പോഴും ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡ് ചിക്കനും നെയ്ച്ചോറും ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ അവർക്കൊരു ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.